നെക്സ്റ്റ് ജനറോസിറ്റിയിൽ നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻ നമ്പർ 12 വെച്ചിട്ട് ഐ വാസ് ടച്ച്ഡ് ബൈ ദ ജനറോസിറ്റി ഓഫ് ദ സ്ട്രേഞ്ചർ. റീറൈറ്റ് ദ സെൻറ്റർ യൂസ് ആൻഡ് അപ്പോസ്ട്രോഫിയുമായിട്ട് റീറൈറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ്? ഐ വാസ് ടച്ച്ഡ് ബൈ ദ ജനറോസിറ്റി ഓഫ് ദ സ്ട്രേഞ്ചർ. അപ്പോൾ എങ്ങനെയാണ് അതിനെ എഴുതുക? ഐ വാസ് ടച്ച്ഡ് ബൈ ദ സ്ട്രേഞ്ചേഴ്സ് ജനറോസിറ്റി എന്നാക്കണം. ഐ വാസ് ടച്ച്ഡ് ബൈ ദ സ്ട്രേഞ്ചേഴ്സ്. ആദ്യം സ്ട്രേഞ്ചേഴ്സ് എഴുതണം. എങ്ങനെയാണ്? STRANGER കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി ഇടുക, എസ് ഇടുക, സ്ട്രേഞ്ചേഴ്സ് ജനറോസിറ്റി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ജനറോസിറ്റി ഓഫ് ദ സ്ട്രേഞ്ചർ എന്തായിട്ട് മാറും? സ്ട്രേഞ്ചേഴ്സ് ജനറോസിറ്റി ആയിട്ട് മാറും. അടുത്തത് ഡു യു നോ ടു ഹൂ ദിസ് ദ ലെറ്റർ ഷുഡ് ബി അഡ്രസ്ഡ്. കറക്റ്റ് എറർ ഇൻ ദ യൂസ് ഓഫ് റിലേറ്റീവ് പ്രോനൗൺ ആൻഡ് റീറൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ? ഡു യു നോ, നിങ്ങൾക്കറിയോ ടു ഹൂ ദിസ് ദ ലെറ്റർ ഷുഡ് ബി അഡ്രസ്സ്. ഇവിടുത്തെ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഹൂ ആണ്. അപ്പോൾ ആ ഹൂവിലാണ് അവിടെ തെറ്റ്. ഹൂ അല്ല വേണ്ടത്, ഹും എന്നാണ് അവിടെ വേണ്ടത്. അപ്പോൾ അതാണ് ആ ഒരു മിസ്റ്റേക്ക്. ഹൂ എന്തായിട്ട് മാറ്റണം? ഹുമ്മായിട്ട്. ആർക്ക്. ഹൂ എന്ന് പറഞ്ഞാൽ ആര്, പക്ഷെ ഇവിടെ ആർക്ക് എന്നാണ്. അപ്പോൾ അത് ഹുമ്മായിട്ട് മാറണം. ഓക്കെ. നെക്സ്റ്റ് ഡു ആസ് ഡയറക്ടർ. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. സഞ്ജിത്ത് ഡിഡ് നോട്ട് ഗോ ടു ദ പാർട്ടി. ഫുൾ സ്റ്റോപ്പ് ഇടുക. സാരിക് ഡിഡ് നോട്ട് ഗോ ടു ദ പാർട്ടി. യൂസ് നൈദർ നോർ. നൈദർ നോർ വെച്ചിട്ട് ചെയ്യണം. എങ്ങനെ നൈദർ നോർ വെച്ചിട്ട് ചെയ്യുക? നൈദർ സഞ്ജിത്ത് നോർ സരീഖ്. ഇപ്പോൾ രണ്ടുപേര് നൈദർ സഞ്ജിത്ത് നോർ സരീഖ്. ഇപ്പോൾ രണ്ടുപേരാകുമ്പോൾ എന്തായിട്ട് മാറും? ഗോ അവിടെ എന്തായിട്ട് മാറണം? വെൻഡായിട്ട് മാറണം. ഗോ എന്തായിട്ട് മാറണം? വെൻഡായിട്ട് മാറണം. നൈദർ സഞ്ജിത്ത് നോർ സരീഖ് വെൻ ടു ദ പാർട്ടി എന്നായിട്ട് മാറും. അത് രണ്ടാമത്തെ നോക്കിയേ. ഹി ഫിനിഷ്ഡ് ഹിസ് പ്രേയേഴ്സ്. ഫുൾ സ്റ്റോപ്പ്. ഹി ബിഗാൻ ടു ഡോസ് ഓഫ്. അപ്പോൾ എങ്ങനെയാണ്? ബിഗിൻ. ഹാവിങ് ഫിനിഷ്ഡ് വെച്ചിട്ട് തുടങ്ങാനാണ് സെൻറ്റൻസ്. ഹാവിങ് ഫിനിഷ്ഡ് വെച്ച് തുടങ്ങാനാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ്? ഹാവിങ് ഫിനിഷ്ഡ് ഹിസ് പ്രേയർ, കോമ ഹാവിങ് ഫിനിഷ്ഡ് ഹിസ് പ്രേയർ, കോമ ഹി ബിഗാൻ ടു ഡോസ് ഓഫ്. ഹി ബിഗാൻ ടു ഡോസ് ഓഫ് എന്ന് ആക്കി മാറ്റുക. ഓക്കെ. ഹാവിങ് ഫിനിഷ്ഡ് ഹിസ് പ്രേയേഴ്സ്, കോമിഡ ഹി ബിഗാൻ ടു ഡോസ് ഓഫ്. നെക്സ്റ്റ് നോക്കിയേ. ദ ചൈൽഡ് ഈസ് സ്ലീപ്പിംഗ് ഇൻ പീസ് ഓൺ ദ ബെഡ്. അപ്പോൾ അതിനെ പീസ്ഫുള്ളി വെച്ചിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? ദ ചൈൽഡ് ഈസ് സ്ലീപ്പിംഗ്. എങ്ങനെയാണ്? പീസ് എന്തായിട്ട് മാറും? പീസ്ഫുള്ളി on the bed. Peacefully on the bed. The child is sleeping peacefully on the bed. Next നോക്കിയേ. രഞ്ജൻ ആൻഡ് ബാബു both walked up to the gate to see us off. Rewrite using the simple future tense. ഫ്യൂച്ചർ ടെൻസ് ആക്കി. അപ്പോൾ വില്ല് വരണം അല്ലേ? വില്ലും വുഡും ഒക്കെ വരണം. അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് ആക്കി അതിനെ മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വരിക? രഞ്ജൻ ആൻഡ് ബാബു will അവിടെ both walk up to the gate to see us off. Ranjan and Babu will both walk up to the gate to see us off. Fifth question നോക്കൂ. Lock the doors and windows. It will keep the thieves away. അപ്പോൾ യൂസ് ടു കീപ്പ് വെച്ചിട്ട് എഴുതാനാണ്. അപ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാം? ലോക്ക് ദ ഡോർസ് ആൻഡ് വിൻഡോസ് ടു കീപ്പ് the thieves away. Lock the doors and windows to keep the thieves away. Next നോക്കിയേ. 6th one നോക്കിയേ. Your phone is not working. You want to borrow your friend's phone. അപ്പോൾ ഫ്രെയിം എ ക്വസ്റ്റ്യൻ ടു suit the situation. ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുക? Could I borrow your phone since mine is not working? എങ്ങനെയാ? Could I borrow your phone since mine is not working. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ എഴുതാം? കുഡ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെന്ന് എഴുതാം? മേ വെച്ചിട്ട് എഴുതാം. മേ ഐ യൂസ് യുവർ ഫോൺ ബിക്കോസ് മൈൻ ഈസ് നോട്ട് വർക്കിംഗ്. മേ ഐ യൂസ് യുവർ ഫോൺ ബിക്കോസ് മൈൻ ഈസ് നോട്ട് വർക്കിംഗ്. അങ്ങനെ എഴുതാം. നെക്സ്റ്റ് 8th വന്ന് നോക്കിയേ. രാഷ ഈസ് എ ഓണസ്റ്റ് മാൻ. രാഷ ഈസ് ആൻ ഓണസ്റ്റ് മാൻ. ഇനി അപ്പോൾ ഈ സെൻറ്റൻസ് ഓണസ്റ്റ് മാൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന രീതിയിൽ എൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ടാഗ് പോലെ ഈസിൻറ്റ് റാഷ ആൻഡ് ഓണസ്റ്റ് മാൻ. ഈസിൻറ്റ് റാഷ ആൻഡ് ഓണസ്റ്റ് മാൻ. അങ്ങനെ നെക്സ്റ്റ്
ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഇനി നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്പ്രഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഓ ഈസ് ദാറ്റ് സോ, ഇത് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ഓ ഈസ് ദാറ്റ് സോ, അതിന് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. 10th ക്വസ്റ്റ്യൻ നോക്കിയേ. ഷൈല സെഡ് ദ വെദർ ഇൻ ലണ്ടൻ ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ. ഷൈല സെഡ്, അപ്പോൾ ഷൈല സെഡ് ദാറ്റ് വെദർ ഇൻ ദ ലണ്ടൻ ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ സ്പീച്ച്? റിപ്പോർട്ടഡ് സ്പീച്ചാണ്. ഷൈല സെഡ് ദാറ്റ്, ഷൈല പറഞ്ഞു ദ വെദർ ഇൻ ലണ്ടൻ ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ. അപ്പോൾ നമ്മളെങ്ങനെയാണ് അവിടെ ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെ റിപ്പോർട്ടഡ് സ്പീച്ചാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ എന്താക്കണം? ഡയറക്റ്റ് സ്പീച്ച് ആക്കണം. സബ്ജക്റ്റ് വെച്ചു ഷൈല, ദെൻ റിപ്പോർട്ടിംഗ് വെർബ് വെച്ചു സെഡ്, ദെൻ കോമ ഇട്ടു, ദെൻ ഇൻവേർട്ടഡ് കോമയിൽ നമ്മൾ എങ്ങനെ എഴുതുക? ദ വെദർ ഇൻ ലണ്ടൻ ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ. അപ്പോൾ ഷൈല സെഡ് കോമ ഇടുക, ഇൻവേർട്ടഡ് കോമയിൽ എഴുതുക ദ വെദർ ഇൻ ലണ്ടൻ ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ. അങ്ങനെ നെക്സ്റ്റ് നോക്കിയേ. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് യൂസിങ് ദ ഗിവൺ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പ്രിപ്പോസിഷൻസ് പഠിച്ചു വയ്ക്കാം. ഇവിടെ ഫോർ, ബൈ, ഫ്രം, അലോങ്, ഓൺ, ടുവേർഡ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബസ് വാസ് മൂവിങ് സ്ലോലി ഡാഷ് ദ ടെർമിനൽ. അപ്പോൾ എങ്ങനെയാണ്? ദ ബസ് വാസ് സ്ലോലി മൂവിങ്, ദ ബസ് വാസ് മൂവിങ് സ്ലോലി എന്തായിരിക്കും? ടുവേർഡ്സ് ആയിരിക്കും, ടുവേർഡ്സ് ദ ടെർമിനൽ. നെക്സ്റ്റ് നോക്കിയേ. യു ഷുഡ് ട്രാവൽ ഡാഷ് ബസ് മോർ ഓഫൻ ടു സേവ് മണി. യു ഷുഡ് ട്രാവൽ ബൈ ബസ്. ബസ്സൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും ബൈയാ വയ്ക്കുള്ളൂ അല്ലേ, ബൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നില്ല, അതുകൊണ്ട് അത് കംപ്ലീറ്റ് അല്ല. നെക്സ്റ്റ് നോക്കിയേ. യുവർ ക്ലാസ് വോണ്ട്സ് ടു വിസിറ്റ് എ വെൽ നോൺ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ് ഇൻ എ നിയർ ബൈ ടൗൺ. ആ ഒരു ഫോർമൽ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റാണ്, പ്രിൻസിപ്പളിനാണ്. ഒരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻ്റ് ഉണ്ട്, ചരിത്ര പ്രധാനപ്പെട്ട ഒരു മോണ്യുമെൻറ്റ് നിങ്ങളുടെ അടുത്ത ടൗണിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കൂടി സ്കൂളിൽ നിന്ന് പോകണം. അപ്പോൾ അതിന് പ്രിൻസിപ്പാളിനോട് പെർമിഷൻ ചോദിച്ചുകൊണ്ടുള്ളൊരു ഫോർമൽ ലെറ്റർ മാമിനോട്, അപ്പോൾ അത് ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റിൽ എഴുതണം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കിയേ. യുവർ സ്കൂൾ ഈസ് ഹോസ്റ്റിംഗ്. നിങ്ങളുടെ സ്കൂൾ ഹോസ്റ്റ് ചെയ്യുകയാണ് ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ. റൈറ്റ് എ നോട്ടീസ്. നോട്ടീസ് നമ്മൾ പഠിച്ചതാണ്, ഇമെയിലിൻ്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചതാണ്. ഇത് രണ്ടും ഷുവറാണ്. അപ്പോൾ ഒരു ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ കൃത്യമായിട്ട് അറിയണം. എന്ത് വന്നാലും ഒരു ഇമെയിൽ അറിയണം, നോട്ടീസും അറിയണം. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് റീഡിങ് കോംപ്രിഹെൻഷൻ ആണ്. അത് ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് ചോദിക്കുന്നത്. ഒരുപാട് റീഡിങ് കോംപ്രിഹെൻഷൻ ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ വരുന്നുണ്ട്. ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ അപ്രോപ്രിയേറ്റ് വേർഡ് ആണ് അടുത്തത് വരുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വാസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ് ചൂസ് ചെയ്തിട്ട് ചെയ്യാം. ദ പപ്പി വാസ് ഹൈഡിങ് ഡാഷ് ദ സോഫ. അപ്പോൾ എന്താ പറയുക? താഴെ ആയിരിക്കും എന്തായാലും അല്ലെ, ഹൈഡിങ് അണ്ടർ ദ സോഫ. സ്റ്റോപ്പ് വറിയിങ് ഡാഷ് യുവർ ഫ്യൂച്ചർ. ഫ്യൂച്ചറിനെ കുറിച്ചെന്നാണ്, അപ്പോൾ എന്താ? എബൌട്ട് ആയിരിക്കും. വെൻ ഐ സ്റ്റെപ്ഡ് ഡാഷ് ദ ലിഫ്റ്റ് ഐ ഫൗണ്ട് ഇറ്റ് ഹാഡ് സ്റ്റോപ്ഡ് വർക്കിംഗ്. വെൻ ഐ സ്റ്റെപ്ഡ് ഇൻ ടു ആണ് വരെ, ഇൻ ടു. നീ വി ഹാഡ് ടു യൂസ് എ ബ്രിഡ്ജ് ടു ഗോ എന്തായിരിക്കും? ഓവർ ദ റിവർ ആണ്, എപ്പോഴും ഓവർ ദ റിവർ എന്നേ പറയുള്ളൂ. നീ ഐ ഹാവ് ലിവ്ഡ് ഇൻ ദിസ് ടൗൺ ഡാഷ് 10 years ഫോർ 10 years. കൃത്യമായിട്ട് വർഷം വരുമ്പോൾ കൃത്യമായി 10 years എന്ന് പറയുമ്പോൾ 4 ആണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു, അപ്പോൾ 4 ആണ്. പ്ലീസ് സ്വിച്ച് ഓഫ് ഓൾ ലൈറ്റ്സ്, ഓഫാ വരിക. ആൻഡ് ഫാൻസ് വെൻ യു ലീവ് ദ റൂം. നീ റോണി ഈസ് മാരീഡ് ഡാഷ് ടു വരിക, മൈ കസിൻ. ദ ഗിഫ്റ്റ് കെയിം വിത്ത് വരിക, വിത്ത് എ ബർത്ത്ഡേ കാർഡ്. ഇനി ആ സെയിം മോഡൽ തന്നെയാണ്. ജോയിൻ ദ സെൻറ്റൻസസ് ടു മേക്ക് വൺ കംപ്ലീറ്റ് സെൻറ്റൻസ്. 2 സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് ജോയിൻ ചെയ്യുക. പക്ഷേ ആൻഡും നേരത്തെ പറഞ്ഞ പോലെ ബട്ടും ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഡെലിഗേറ്റ്സ് അറൈവ്ഡ്. പിന്നെന്താ? ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് ഇമീഡിയറ്റ്ലി. അപ്പോൾ എങ്ങനെ ജോയിൻ ചെയ്യുക? ദ ഡെലിഗേറ്റ്സ് അറൈവ്ഡ് വേർ അപ്പോൺ ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ്. അല്ലെങ്കിൽ എന്തെന്ന് എഴുതാം? ഇമീഡിയറ്റ്ലി ദ ഡെലിഗേറ്റ് അറൈവ്ഡ് ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ്, അങ്ങനെയും എഴുതാം. ഓക്കെ. പക്ഷെ കുറച്ചും കൂടെ നല്ലത് ഏതാണ്? ദ ഡെലിഗേറ്റ്സ് അറൈവ്ഡ് വേർ അപ്പോൺ, അതേടാ, വേർ അപ്പോൺ ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് ഇമീഡിയറ്റ്ലി. നെക്സ്റ്റ് നോക്കിയേ. വി ലോസ്റ്റ് അവർ ടിക്കറ്റ്. നമുക്ക് നഷ്ടപ്പെട്ടു ടിക്കറ്റ്. വി ലോസ്റ്റ് അവർ ലഗേജ് നഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ രണ്ടിനെ എങ്ങനെയാണ് നമ്മൾ കൂട്ടി യോജിപ്പിക്കുക? വി ലോസ്റ്റ് അവർ ടിക്കറ്റ് ആസ് വെൽ ആസ് അവർ ലഗേജ്. വി ലോസ്റ്റ് അവർ ടിക്കറ്റ് ആസ് വെൽ ആസ് അവർ ലഗേജ്. നെക്സ്റ്റ് നോക്കിയേ. ഹി കൾട്ടിവേറ്റ് ഓർക്കിഡ്സ് ഫുൾ സ്റ്റോപ്പ്. ഹി ഡിസ്പ്ലേസ് ദം അറ്റ് ദ ഫ്ലവർ ഷോ. അപ്പോൾ എങ്ങനെ നമ്മളതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിക്കുക? ഹി കൾട്ടിവേറ്റ് ഓർക്കിഡ്സ് വിച്ച്
He displays them at the flower show. He cultivates orchids which he displays them at the flower show. Next നോക്കിയേ, മിസ്റ്റർ ബോസ് lives in a nice flat. It is in a salt lake. അപ്പോൾ എങ്ങനെയാ? മിസ്റ്റർ ബോസ് lives in a nice flat in salt lake. അല്ലെങ്കിൽ എന്തെന്ന് പറയാം? മിസ്റ്റർ ബോസ് lives in a nice flat located in salt lake. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു രീതിയിൽ എഴുതാം. അടുത്ത നോക്കിയേ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ബിലോ. അതും മോഡൽ കാണുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ ക്യാപ്റ്റൻ സെഡ്, ക്യാപ്റ്റൻ പറഞ്ഞു, ഇറ്റ് ഗീവ്സ് മീ ഗ്രേറ്റ് പ്ലഷർ ടു ബി ഹിയർ ദിസ് ഈവനിങ്. ഈ ഒരു വൈകുന്നേരം ഞാൻ ഇവിടെ ഉള്ളത് എനിക്ക് ഒരുപാട് പ്ലഷറാണെന്ന്. ബിഗിൻ ദ ക്യാപ്റ്റൻ വെച്ചിട്ട് തുടങ്ങുക. എങ്ങനെയാ അത്? അപ്പോൾ ഇവിടെ ഡയറക്റ്റ് സ്പീച്ചാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റണം. അപ്പോൾ എങ്ങനെയാ? ദ ക്യാപ്റ്റൻ സെഡ് ദാറ്റ്, എന്തായിരിക്കും ക്യാപ്റ്റൻ പറഞ്ഞേ? ഇറ്റ് ഗേവ് ഹിം ഗ്രേറ്റ് പ്ലഷർ ടു ബി ദർ ദാറ്റ് ഈവനിങ്. ദ ക്യാപ്റ്റൻ സെഡ് ദാറ്റ് ഇറ്റ് ഗേവ് ഹിം ഗ്രേറ്റ് പ്ലഷർ ടു ബി ദർ ദാറ്റ് ഈവനിങ്. ദിസ് ഈവനിങ് എന്തായിട്ട് മാറണം? ദാറ്റ് ഈവനിങ് ആയിട്ട് മാറണം. അപ്പോൾ ദ ക്യാപ്റ്റൻ സെഡ് ദാറ്റ് ഇറ്റ് വാസ് ഗിവിങ് ഹിം ഗ്രേറ്റ് പ്ലഷർ ടു ബി എന്തായിരിക്കണം? ടു ബി ദർ ദാറ്റ് ഈവനിങ്. ടു ബി ദർ ദാറ്റ് ഈവനിങ്. ഓക്കെ. ദ ക്യാപ്റ്റൻ സെഡ് ഇറ്റ് ഗേവ്, എന്താണ്? ഇറ്റ് ഗേവ്, the captain said it gave him great pleasure to be there that evening. The captain said that വേണം. it gave, എന്താണ്? it gave him great pleasure to be there that evening. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. തെറ്റിപ്പോവരുത്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ദ ക്യാപ്റ്റൻ സെഡ്, ക്യാപ്റ്റൻ പറഞ്ഞു, ദാറ്റ് എന്താ പറഞ്ഞേ? ഇറ്റ് ഗേവ് ഹിം, അദ്ദേഹത്തിന് കൊടുക്കും, ഗ്രേറ്റ് പ്ലഷർ, സന്തോഷം. അപ്പം മീ അവിടെ എന്തായിട്ട് മാറുന്നു? ഹിം ആയിട്ട് മാറുന്നു. ടു ബി ഹിയർ എന്തായിട്ട് മാറുന്നു? ദർ ആയിട്ട് മാറുന്നു. ദിസ് ഈവനിങ് ദാറ്റ് ഈവനിങ് ആയിട്ട് മാറുന്നു. വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. അതാണ് പിന്നെയും പറയുന്നത്. ഇനി ക്യാൻ യു പാസ് മീ ഡാഷ് ഓഫ് കീസ്. കീസിൻ്റെ കളക്റ്റീവ് നൗൺ ഏതാ? ഏതാണ് വരിക? ബഞ്ചാണ്. ഇവിടെ ഒരുപാടാണ് തന്നിട്ടുണ്ട്. ബഞ്ച്, ക്യൂർ, പാക്ക്, പായിൽ ബഞ്ചാണ് വരിക. കീസിന് എപ്പോഴും ബഞ്ചാണ് വരിക. അടുത്ത സം പ്ലേസസ് ആർ ഡാഷ് ദാൻ അതേഴ്സ്. അപ്പോൾ സം പ്ലേസസ് ആർ ഏതാ വരിക? അഡ്വെഞ്ചറസ് ആണ് വരിക. ഇനി ട്രമൻഡസ്. ട്രമൻഡസ് എന്താ വരിക? ട്രമൻഡസ് വരിക. ബോത്ത് ട്രമൻഡസ് ഹ്യൂജ് ഉണ്ട്, എനോർമസ് ഉണ്ട്. ട്രമൻഡസ് എന്ന് വലുതെന്നാണ് അർത്ഥം. ഹ്യൂജ് ഉണ്ട്, എനോർമസ് ഉണ്ട്. ബോത്ത് എ ആൻഡ് ബി ഉണ്ട്, സ്ലൈറ്റ് ഉണ്ട്. ബോത്ത് എ ആൻഡ് ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് എന്താ? കൺഫേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാൻഡ് ഓവർ ചെയ്യുക. ദെൻ ഹാൻഡിനുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ഉണ്ട്, പിന്നെ അവാർഡഡ് ഉണ്ട്. കൺഫേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവാർഡ് ചെയ്യുക എന്നാണ് അർത്ഥം. പിന്നെ സ്വന്തമായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുക. ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. എന്താ ക്വസ്റ്റ്യൻ? യു മസ്റ്റ് പേ അറ്റൻഷൻ ടു ആണ് വരിക. ടു ദ ടീച്ചർ. യു മസ്റ്റ് പേ അറ്റൻഷൻ ടു ദ ടീച്ചർ. അപ്പോൾ ആ ഒബ്ജക്റ്റ് ഓഫ് അറ്റൻഷൻ കാണിക്കാനാണ്. അവിടെ ഏതോ ഒബ്ജക്റ്റ്, ആരോടാ അറ്റൻഷൻ കാണിക്കേണ്ടത്? ടീച്ചറോടാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ആരാ? അവിടുത്തെ ടീച്ചറാണ്. അപ്പോൾ അറ്റൻഷന് ശേഷം അറ്റൻഷൻ ടു ആണ് വരിക കേട്ടോ. അടുത്തത് ദർ ഈസ് എ ഗ്രേറ്റ് എഫെക്ഷൻ. ഒരു ഭയങ്കര സ്നേഹമുണ്ട്. ആരൊക്കെ തമ്മിൽ? മദർ ആൻഡ് ചൈൽഡ് തമ്മിൽ എന്ന് പറയുമ്പോൾ എന്താ? ബിറ്റ്വീൻ. ദെൻ സ്കോൾഡിങ് ഹാസ് നോ എഫക്റ്റ്. എന്താ വരിക? ഓൺ ദം ആണ്. ഇമ്പാക്റ്റ് കാണിക്കാനാണ്. അപ്പോൾ ഓൺ ദം എന്ന് വരും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കുക. ദെൻ അടുത്തത് സെലക്ട് എനി വൺ ഓഫ് ഫോളോയിങ് ആണ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫ്രണ്ട്. ഇൻഫോർമൽ ലെറ്റർ ആണ്. ഹു ഈസ് ഡിസ്കറേജ് ബൈ ഹിസ് പുവർ പെർഫോമൻസ് ഇൻ ദ എക്സാമിനേഷൻ. എക്സാമിനേഷനിൽ നിങ്ങളുടെ ഫ്രണ്ടിന് ഭയങ്കര മാർക്ക് കുറഞ്ഞു, അപ്പോൾ ഭയങ്കര നിരാശയായി. അപ്പോൾ ഫ്രണ്ടിനെ എൻകറേജ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ. Then your great grandmother
കംപ്ലീറ്റ് 90 years of age. 90 വയസ്സ് കഴിഞ്ഞു. Write a letter congratulating her, expressing gratitude and admiration for the way she was lived for her life. ഗ്രാൻഡ് മദറിന് ലെറ്റർ എഴുതാനാണ്. അതും ഇൻഫോർമൽ ലെറ്റർ. ഫോർമൽ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല, ഇൻഫോർമലായിട്ട് എഴുതാം. ദെൻ സ്കൂൾ ഈസ് ഓർഗനൈസിങ് ആൻഡ് അപ്പോൾ ഒരു നോട്ടീസ് വരുന്നുണ്ട്, ഇമെയിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു നോട്ടീസ്, ഒരു ഇമെയിൽ, ഫോർമൽ, ഇൻഫോർമൽ ലെറ്ററൊക്കെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റസ്കിൻ ബോർഡിൻ്റെ ഒരു റീഡിങ് കോംപ്രിഹെൻഷനാണ് പിന്നെ കടന്നു വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നോക്കുക.